കാക്കനാട് DLF ഫ്ളാറ്റിലെ രോഗവ്യാപനത്തിൽ അസോസിയേഷന് വീഴ്ച സംഭവിച്ചെന്ന് ഫ്ളാറ്റിലെ താമസക്കാർ. വെള്ളം ശുദ്ധീകരിക്കാനുള്ള സംവിധാനമില്ലെന്നും ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ റിസൾട്ട് അസോസിയേഷൻ മറച്ചുവെച്ചെന്നും താമസക്കാർ ആരോപിക്കുന്നു. അതേസമയം വെള്ളത്തിന്റെ പരിശോധനാ റിപ്പോർട്ട് വന്നതിനു ശേഷം കൂടുതൽ നടപടിയുണ്ടാകും. കാക്കനാട് DLF ഫ്ളാറ്റിലുണ്ടായ രോഗബാധയിൽ അസോസിയേഷന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് രോഗബാധിതരുടെ കുടുംബങ്ങൾ ആരോപിക്കുന്നത്. നേരത്തെ കോളിംഗ് ബാക്ടീരിയ സ്ഥിരീകരിച്ച വിവരം ഫ്ളാറ്റിലുള്ളവരോട് അസോസിയേഷൻ പറഞ്ഞില്ലെന്നും വെള്ളം ശുദ്ധീകരിക്കുന്ന RO പ്ലാന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരമൊരു പ്രശ്നം ഉണ്ടാകില്ലെന്നും ഫ്ളാറ്റിലെ താമസക്കാരൻ അരുൺ പറഞ്ഞു. നമുക്കൊരു RO പ്ലാന്റിൻ്റെ അപ്രൂവൽ ഉണ്ട് ഓൾറെഡി, അതായത് സൊസൈറ്റിയുടെ അപ്രൂവൽ ഉണ്ട്, ജനറൽ ബോഡിയുടെ മെമ്പേഴ്സിൻ്റെ ജനറൽ ബോഡിയുടെ അപ്രൂവൽ ഉണ്ട്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. ഇറ്റ്സ് ഗോയിങ് അറ്റ് വെരി സ്നെയിൽ പേസ്. അതൊരു പ്രൈമറി റീസൺ ആകാം. അസോസിയേഷൻ ഈ റിപ്പോർട്ട് കിട്ടിയ സമയത്ത് കുറച്ചും കൂടെ മുന്നേ ഇത് പബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ, കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് പബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ഔട്ട്ബ്രേക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയേനെ. ഓൾസോ ഈ നമ്മുടെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി കുറേ കൂടെ ഫ്രീക്വൻ്റ് ടെസ്റ്റ് ചെയ്യുക, നമ്മുടെ RO പ്ലാന്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കുറേ കൂടെ ഫാസ്റ്റ് ആക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ പ്രതിവിധി. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ഹെൽപ്പ് നമുക്ക് തന്നിരുന്നു. ഇവിടുത്തെ ഒരു റെസിഡൻ്റാണ് വീണ മാഡത്തിനെ വിളിച്ച് സംസാരിച്ചത്. അവരുടെ നിർദ്ദേശപ്രകാരം മൺഡേ അവധിയായിരുന്നിട്ട് കൂടി ഒരു 10-20 അംഗ സംഘം ഹെൽത്തിൽ നിന്നും ആരോഗ്യ കേരളത്തിൽ നിന്നും ഇവിടെ വന്നിരുന്നു. ഇന്നലെ ഒരു 50 പേരുടെ ടീം ആരോഗ്യ കേരളത്തിൽ നിന്നും ഹെൽത്തിൽ നിന്നും ഉണ്ടായിരുന്നു. നിലവിൽ 441 പേരാണ് രോഗബാധയെ തുടർന്ന് ചികിത്സ തേടിയത്. ഇവർക്കുള്ള ചികിത്സയും ഫ്ളാറ്റിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി. വെള്ളത്തിൽ നിന്നാണ് രോഗബാധ ഉണ്ടായതെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളം ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചു. ഇതിന്റെ റിപ്പോർട്ട് വന്നതിനു ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകും. കൈരളി ന്യൂസ്, കൊച്ചി.